എത്തുന്നു devotional hits rounder with his final performance on this stage, Emmanuel. ഒരു പള്ളിയിൽ പോണ ഫീലിംഗ് ആണല്ലോ, ബൈബിളൊക്കെ കയ്യിൽ പിടിച്ചിട്ട്. എന്തൊരു ലാസ്റ്റ് ദിവസം ഇനി അങ്ങോട്ടാണോ? എപ്പോഴും ഉണ്ട് ആണല്ലേ, വരുന്നതിന് വെരി ഗുഡ്. ഏത് പാട്ടാണ്? ഞാൻ ദാസർ പാടിയ പരമപിതാവേ എന്ന പാട്ടാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലിതുപോൽ കൈവെടിയാൻ. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലിതുപോൽ കൈവെടിയാൻ. ൊരു ബലിയായി കരളലിക്കും മൊഴിയുരുവായി തിരുസുതനൊരു ബലിയായി നരനായി മോചന ദ്രവ്യവുമായി. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലിതുപോൽ കൈവെടിയാൻ. ണരാനല്ലോ പാവന കൈകൾ വിരിച്ചമലം. പാപിയെ വാരി പുണരാനല്ലോ പാവന കൈകൾ വിരിച്ചമലം. ആശ്രിതർക്കഭയം അരുളാനല്ലോ തൻ തിരുമാറ് തുറന്നതവൻ. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലിതുപോൽ കൈവെടിയാൻ. നിറഞ്ഞൊരു ചഷകം വാങ്ങി തേനെന്ന പോലെ നുകർന്നതവൻ. കൈ
കൈപ്പു നിറഞ്ഞൊരു ചഷകം വാങ്ങി തേനെന്ന പോലെ നുകർന്നതവൻ സ്വർഗപിതാവിൻ തിരുഹിതമേറ്റം പ്രിയമാം ഭോജനമാക്കിയവൻ. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലേതുപോൽ കൈവെടിയാൻ. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലേതുപോൽ കൈവെടിയാൻ. ഏലി ഏലി ലമ്മാ സബക്താനി. എല്ലാം നിവൃത്തിയായി. മനുഷ്യ, യേശു മരണത്തോളവും നിന്നെ സ്നേഹിച്ചു. നിന്റെ പ്രവൃത്തികളാൽ അവനെ നീ വീണ്ടും ക്രൂശിക്കുമോ? ചിന്തിക്കുക. എമാനുവൽ വളരെ എമോഷണൽ ആക്കിയ ഒരു പെർഫോമൻസ് ആണ് എന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. മനുവിന്റെ ഈ ഒരു തീം റെപ്രസെന്റേഷൻ, ഈ ഒരു പെർഫോമൻസ് വാസ് ബിയോണ്ട് വേർഡ്സ്, അൺബിലീവബിൾ. ആൻഡ് അതിൽ ഓരോ പങ്ക് വഹിച്ച ഓരോ ക്യാരക്ടറും 100% അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നൽകി. ആ യുനോ കിങ് രാജാക്കിന്റെ ആൾക്കാരായി വന്ന എല്ലാം മറൂൺ വസ്ത്രം ധരിച്ച എല്ലാവരും, യു ഗൈസ് വാസ് ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനാണ് ഒരുപാട് പേരോട്. കാരണം സെറ്റ് ചെയ്ത ഇതുപോലെ ഇത്രയും നന്നായിട്ട് അറേഞ്ച് ചെയ്തു തന്നു. ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഹോൾ ഹാർട്ടഡ്ലി ദ ഹോൾ ടീം വാസ് സപ്പോർട്ടിങ്. ആബ്സല്യൂട്ട്ലി. ആൻഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് യേശുക്രിസ്തുവിന്റെ ഒറിജിനാലിറ്റിയാണ്. ഐ മീൻ നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്ന പോലത്തെ യേശുക്രിസ്തു ഞാൻ വേറെ ഒരു റിയാലിറ്റി ഷോയിലും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല. രൂപം കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയുടെ എഫേർട്ട് എനിക്കിവിടെ കാണാൻ സാധിച്ചു. സത്യമായിട്ടും ഞാൻ മനുവിന്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ വിഷ്വൽ ഇവിടെ കണ്ടു. ആൻഡ് ഇമാനുവലിന്റെ പേരും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഗോഡ് വിത്ത് അസ്. യെസ്, ഹി ഈസ് ഓൾവേസ് വിത്ത് അസ്. സോ ഐ എം ഇമോഷണൽ. ലെറ്റ്സ് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചിത്ര ചേച്ചി. മാനുവൽ ചേച്ചി നല്ല രസമുണ്ടായിരുന്നു, പാട്ട് നന്നായിരുന്നു. അതുപോലെ എനിക്ക് തീമിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ശരിക്കും എല്ലാവരുടെയും എന്താ പറയുക, നമ്മുടെ കരളലിയിപ്പിക്കുന്ന യേശുക്രിസ്തു എന്ത് ഭംഗിയായിട്ടാ ചെയ്തെന്നറിയോ. ശരിക്കും റിയലായിട്ട് ജീസസിനെ കണ്ടമാര് തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും കേട്ടോ, വളരെ വളരെ നന്നായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനെയാണ്. പക്ഷെ ഇങ്ങനത്തെ കണ്ടോണ്ടിരിക്കാൻ ഒത്തിരി വിഷമമുണ്ട് മനുഷ്യർക്ക് കേട്ടോ. പാടിയത് മോനെ തുടക്കത്തിൽ കുറച്ച് ശ്രുതി പോയി. പരമപിതാവെ പറഞ്ഞത് ശ്രുതി പോയി. പിന്നെ തിരുസുതൻ ഒരു ബലി, അത് എങ്ങനെയാ പാടിയത് മാനുവൽ? അവിടെ എന്തോ ഒരു നോട്ട് അങ്ങോട്ടും കൂടെ മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം. കരളലിക്കും മൊഴിയുരുവായി തിരുസുതനൊരു ബലിയായി. ഇതിങ്ങനെയല്ല മാനുവൽ പാടിയത് കേട്ടോ. പാടിയപ്പോ എന്തോ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അഭയം പറഞ്ഞപ്പോ മൈക്കില് ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ കയ്പു നിറഞ്ഞൊരു അവിടെയും ശ്രുതി ചേർന്നില്ല. ഇമാനുവലിനൊന്നും തോന്നിയില്ല ഇതൊക്കെ പാടുമ്പോ? ചേച്ചി എനിക്ക് സത്യം ഇതിനകത്തായി പോയി ചെയ്യാൻ. അതാണ് വെച്ചാൽ അത്ര ഇതെങ്ങനെ പാടിയെന്ന് തന്നെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. ശരിക്കും അത് ആ ഒരു എന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയും തോന്നുന്നെങ്കിൽ അവിടെ സ്റ്റേജിൽ കൂടെ നിന്നത് പാടുന്ന ആളിന് എന്തായിരിക്കും ആലോചിക്കായിരുന്നു. പാട്ടിലോട്ടും പക്ഷെ പാട്ട് അതിന്റെ അങ്ങ് വന്നു. പക്ഷെ ഞാൻ ഇതിൽ ടോട്ടലി. പിന്നെ അവസാനം കൊടുത്തൊരു മെസ്സേജ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു. താങ്ക് യു ചേച്ചി.
Shreyata? മാനുവൽ സർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. മനോഹരമായിരുന്നു. അതുപോലെ നീ എടുത്തു പറയേണ്ട കാര്യമില്ല കേട്ടോ, യു ആർ ജീസസ്. അങ്ങനെ തന്നെ. അതുപോലെ തന്നെ സംഗീതയും സിജുവും എല്ലാവരും ഇതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവരും നല്ല അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാടിയതിനകത്ത് 1 2 എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് തുടക്കത്തിൽ പരമപിതാവേ ആ ഫസ്റ്റ് സെറ്റ് അത് പ്രശ്നമായിരുന്നു. സെക്കൻഡ് സെറ്റ് എക്സലന്റ് ആയിരുന്നു. പാപിയെ ഫസ്റ്റ് സെറ്റ് പ്രശ്നമായിരുന്നു. സെക്കൻഡ് സെറ്റ് എക്സലന്റ് ആയിരുന്നു. പിന്നെ കുരിശിതുപോലെ കുറച്ച് വോയിസ് ഇടറി. അപ്പോഴത്തേക്ക് ചിലപ്പം വിഷമം വന്നുകൊണ്ടായിരിക്കും. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം ലാസ്റ്റിൽ വന്നിട്ട് അത് പറയാൻ നേരത്തെ എനിക്ക് തോന്നുന്നു മാനുവൽ കണ്ണൊക്കെ നിറഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി പറയാൻ നേരത്ത്. നാച്ചുറലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ദിസ് ബി എ ട്രീറ്റ്, ഒരു വേദനിക്കുന്ന ട്രീറ്റ് ആയി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. Sharat sir? ഇമാനുവൽ സർ. നന്നായിരുന്നു ഇമാനുവൽ. താങ്ക് യു സർ. ജീസസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇതാണ് ജീസസ്. ശ്രദ്ധിച്ച കുരിശില് കിടക്കുന്ന കണ്ട് ഞാൻ വരച്ച പടമാണെന്ന്. പിന്നെ നോക്കി അനങ്ങുന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത്. നൈസ്. പിന്നെ മോനെ പാട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. വാ തുറന്ന് പാടാനുള്ളൊരു ശ്രമം. ചിലപ്പോൾ ഇനി അന്ന് മേളിൽ നടന്നത് വാ ഒട്ടിപ്പോയതാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ സർ. അത് പരമപിതാവെന്ന് പാന്നെ ഇത് ആദ്യം പരമപിതാവേ എന്നാണ്. അതൊക്കെ പരമപിതാവായിരുന്നു. അങ്ങനെ വരരുത്. എപ്പോഴും പറയുമ്പം നന്നായിട്ട് പറയാം കേട്ടോ മോനെ. ഓക്കെ സർ. പക്ഷെ മൊത്തത്തില് ഒരു അനുഭവമായിരുന്നു സത്യം. Thank you, Sharat sir. And finally, നമ്മുടെ celebrity guest, Murli sir. മാനുവൽ ശരിക്കും ഉൾക്കൊണ്ട് പാടി. കാരണം എൻ്റെ ഭാവം വളരെ ശരിക്കും അതിലങ്ങ് ലയിച്ച് പാടിയമാതിരി തോന്നി എനിക്ക്. ടോട്ടലി എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാട്ടിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ, വളരെ വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. Thank you very much, judges. Manu? നമുക്കിനി മാർക്സ് നോക്കാം. ചിത്ര ചേച്ചി, out of 30? ഇമാനുവലിന് 26. താങ്ക് യു ചേച്ചി. Sharat sir? ഇമാനുവലിന് 26. താങ്ക് യു സർ. Shreyata? സെയിം 26. താങ്ക് യു And സർ. Murli sir, out of 10? 9. 9 out of Thank you, sir. 10. Thank you. Total marks 87. 87 marks ആണ്, which is very good. Do we have a question, judges? നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന വളരെ പോപ്പുലറായ ക്രിസ്തീയ ഭക്തിഗാനം ഏത് സിനിമയിലേതാണ്? ക്ലൂ. ദേവരാജൻ വയലാർ കൂട്ടുകെട്ടിൽ പിറന്നതാണ് ഈ ഗാനം. അത് ഇത്തിരി ടഫ് ക്ലൂ ആ. ഇച്ചിരി ഈസി. പ്രേം നസീർ അഭിനയിച്ച ചിത്രമാണ്. അതിലത്തെ ഒരു പാട്ട് പാടിത്തരണോ? പാട്ടാ പ്ലീസ്, ഒരു പാട്ട് ചേച്ചി. ആയിരം നദി. നദി. ഈ ശരത് സർ എന്തൊരു സാധന. ഏതാ സിനിമ? നദി. നദി. കറക്റ്റ് ആൻസർ ആണോ? ഒരാൾ സൈഡിൽ കൂടെ ജോസ്കോ ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഗോൾഡ് കോയിൻ ഇമ്മാനുവലിന് കിട്ടി. അപ്പോൾ എല്ലാവരും എന്നെ ഈ പെർഫോമൻസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേണ്ടി SMS ചെയ്യേണ്ട ഫോമാറ്റ് ISS Manu MANU. താങ്ക് യു. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 ഫിഫ്ത് സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇത്ര നേരം കൊണ്ട് കാത്തിരിക്കണം. ബിക്കോസ് കമ്മിങ് അപ്പ് റൈറ്റ് നൗ ഈസ് എ छोटी सी ब्रेक. It was really fantastic. എക്സ്പെക്ട് ചെയ്യാത്തത് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ആരാണ് ടോപ്പ് 3 contestants? 4ാം സമ്മാനം ആയുർ കെയർ ലവണ തൈലം നൽകുന്ന 5 ലക്ഷം രൂപ. 5ാം സമ്മാനം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നൽകുന്ന 2 ലക്ഷം രൂപ.